എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു എക്സോട്ടിക് ബേഡിനെയാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഇനി ഉള്ള വീഡിയോകളിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിലവിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഫിഞ്ചസിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കട്ട് ത്രോട്ട് എന്ന ഫിഞ്ചസിനെ കുറിച്ചാണ്. ഈ കട്ട് ത്രോട്ട് ഫിഞ്ചസിൻ്റെ ജന്മദേശം പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ ബേഡാണ്. ആഫ്രിക്കയാണ് കട്ട് ത്രോട്ടിൻ്റെ ജന്മദേശം. അപ്പോൾ ഈ ആഫ്രിക്കൻ ബേഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ബേഡാണ്. അപ്പോൾ ഇവരെ ഇൻക്യുബേറ്റിംഗ് ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 to 5 മുട്ടകളാണ് ഇവർ സ്വാഭാവികമായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപൂർവമായിട്ട് ചില ബേഡുകൾ ഒരു 7 മുട്ട വരെയും 8 മുട്ട വരെയും ഇടുന്ന അവസ്ഥകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻക്യുബേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫിഞ്ചസുകൾ പോലെ തന്നെ 12 മുതൽ 14 ദിവസമാണ് ഇൻക്യുബേറ്റിംഗ് ടൈം വരുന്നത്. അതുപോലെ കുട്ടികൾ നെസ്റ്റ് ഔട്ട് ആവാനായിട്ട് 20 മുതൽ 25 ദിവസം വരെയാണ് നെസ്റ്റ് ഔട്ട് എൻ്റെ ടൈം വരുന്നത്. 20-25 ദിവസത്തിനുള്ളിൽ നെസ്റ്റ് ഔട്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇറങ്ങുമ്പോൾ തന്നെ മറ്റിപ്പോൾ നമ്മൾ ഗോൾഡിയോൻ്റെ കുഞ്ഞായിക്കോട്ടെ, സ്റ്റാറിൻ്റെ കുഞ്ഞായിക്കോട്ടെ, ഏത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കട്ട് ത്രോട്ടിനെ സംബന്ധിച്ചോളം കട്ട് ത്രോട്ടിൻ്റെ കുഞ്ഞ് നെസ്റ്റ് ഔട്ട് ആകുമ്പോൾ തന്നെ മെയിലിന് കഴുത്തിൽ റെഡ് ത്രോട്ടും ഫീമെയിലിന് പ്ലെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തന്നെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബേഡാണ് കട്ട് ത്രോട്ട്. പിന്നെ ഇതിൽ ഈ കട്ട് ത്രോട്ടിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് 5 വർഷമേ ഉള്ളൂ. മറ്റുള്ള ഏത് ഫിഞ്ചായാലും 7 വർഷവും 8 വർഷമൊക്കെ ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ കട്ട് ത്രോട്ടിന് നമുക്ക് 5 വർഷമേ ഉള്ളൂ ലൈഫ് സ്പാൻ. അപൂർവമായിട്ട് അതൊരു 6 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബ്രീഡിങ് ചെയ്യിക്കുമ്പോൾ ഫീമെയിലിന് 1 വയസ്സ് ഒരു കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ ഫീമെയിൽ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യുമ്പോൾ 1 കൊല്ലം കുഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 1 കൊല്ലം നമുക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു അപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു, പിന്നെ മൊത്തം ലൈഫ് ടൈം 5 വർഷം പറയണേ, പിന്നെ ഒരു 4 വർഷമാണ് നമുക്ക് ഇതിൻ്റെ ബ്രീഡിങ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റു ജാവേര പോലെ തന്നെ ത്രൂ ഔട്ട് മുട്ട വയ്ക്കുന്ന അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു ബേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എഗ് ബൈൻഡിങ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കാലാവസ്ഥയിലാണെങ്കിൽ ജൂൺ മഴക്കാലം ഉണ്ടല്ലോ, ജൂൺ മുതൽ ഒക്ടോബർ വരെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടം, രാത്രി മഴയുണ്ടാവും പകൽ മഴയുണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബ്രീഡ് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ഏവിയറിലേക്ക് ഇടുമ്പോൾ നമുക്കത് പിടിച്ചു മാറ്റാനും ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്യാനും മെയിലിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഏവിയറിൽ ഈ റെയിനി സീസണിലും ഇവർ ബ്രീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രീഡിങ്ങിന് വളരെ കുറവായിരിക്കും. ഇപ്പം നമുക്ക് ഡിസംബർ ജനുവരിയിലേക്കാണെന്നുണ്ടെങ്കിൽ ചൂട് കാലാവസ്ഥയിൽ ഇവർ 4 കുഞ്ഞ് 5 കുഞ്ഞൊക്കെ വിരിയുമ്പോൾ ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇതിന് 2 കുഞ്ഞ് 1 കുഞ്ഞൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ കേജിൽ ഇടാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കേരളത്തിലെ ഈ തണുപ്പുള്ള ജൂൺ മാസം മുതലൊക്കെ ഒരു 3-4 മാസം ഈ ബേഡിനെ സെപ്പറേറ്റ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ബാമ്പൂവിൻ്റെ ഫുൾ കവേർഡായിട്ടുള്ള ബാമ്പൂവിൻ്റെ നെക്സ്റ്റ് ബോക്സിലാണ് ഇവർ മുട്ട വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിലൊരു പ്രത്യേകത നമുക്ക് ഈ കട്ട് ത്രോട്ട് ഫിഞ്ചിന് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടിൻ്റെ ഉൾവശം ഈ ക്ലോസ്ഡ് ബാമ്പൂവിൻ്റെ നെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും അതിൻ്റെ ഉൾവശം നല്ല ഡാർക്കായിരിക്കണം, നല്ല ഇരുട്ടായിരിക്കണം. ഇരുട്ട് ഇവർക്ക് കൂടിൻ്റെ ഉള്ളിൽ മുട്ട വയ്ക്കുന്ന ഭാഗത്ത് ഇരുട്ടിൻ്റെ ആവശ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ കേജിലൊക്കെ നമ്മൾ വീടിൻ്റെ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ പോലും സൂര്യപ്രകാശം നേരിട്ട് ഈ നെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരാത്ത വിധത്തിൽ നെക്സ്റ്റ് ബോക്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കിഴക്ക് നിന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്നുള്ള സൂര്യപ്രകാശം കൂട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് എതിർവശത്തേക്ക് കൂടിൻ്റെ എൻട്രൻസ് വെച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ ഇവർ നെസ്റ്റ് മെറ്റീരിയൽ ഇവർക്ക് പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള എക്സോട്ടിക് ഫിഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഗ്രാസ് അതുപോലെ ചകിരിയുടെ നാരുകളൊക്കെ കൊണ്ടുപോയിട്ടാണ് കൂട് കൂട്ടുക. പക്ഷേ കട്ട് ത്രോട്ടിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കട്ട് ത്രോട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫെദറുകളാണ്, തൂവലുകൾ, ചെറിയ ചെറിയ തൂവലുകൾ, അതുപോലെ പഞ്ഞി, അതുപോലെ നമ്മൾ ഈ മരത്തിൻ്റെ ചിന്തൂര് തള്ളുന്ന മരത്തിൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ടുപോയിട്ട് കൂടിൻ്റെ ഉള്ളിൽ ഒരു നെസ്റ്റ് മെറ്റീരിയലായിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ട് ത്രോട്ടിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ഇതുപോലുള്ള നെസ്റ്റ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഏവിയറിലാണെന്നുണ്ടെങ്കിൽ ഇവർ ഗ്രൂപ്പായിട്ട് 2-3 ജോഡികളായിട്ടൊക്കെ കൂട്ടം കൂടി നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബേഡാണ് ഈ കട്ട് ത്രോട്ട്. പിന്നെ കട്ട് ത്രോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ട് ത്രോട്ടിൻ്റെ ചിക്സുകൾ ഭയങ്കര ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഗോൾഡിയോണൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ ബംഗാളി ഫിഞ്ചസിനൊക്കെ വെച്ചിട്ട് ഈ വിരിച്ചെടുക്കാറുണ്ട്. പക്ഷേ കട്ട് ത്രോട്ടിനെ സംബന്ധിച്ചോളം ബംഗാളി ഫിഞ്ചസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബംഗാളി ഫിഞ്ചസ് അതിനെ കൊത്തി പുറത്തിടുന്ന ഒരു പ്രവണത നമുക്ക് കാണാറുണ്ട്. ഈ കുഞ്ഞിനെ എടുത്ത് പുറത്തിടും എന്ന് വെച്ചാൽ അത്രയും ഡാർക്ക്, അത്രയും അത് വിരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നല്ല ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ ബംഗാളി ഫിഞ്ചസിനൊന്നും വെച്ചിട്ട് നമുക്ക് ഈ കട്ട് ത്രോട്ടിനെ ബ്രീഡ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഏവിയറിയിൽ ഒരു കട്ട് ത്രോട്ട് അല്ലെങ്കിൽ 2 ജോഡി കട്ട് ത്രോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കട്ട് ത്രോട്ട് ആ ഏവിയറിയിൽ ബ്രീഡ് ആവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫിഞ്ചും ആ ഏവിയറിയിൽ ബ്രീഡാവും. എന്നുവെച്ചാൽ കട്ട് ത്രോട്ടിന് അത്രയും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ കട്ട് ത്രോട്ട് ബ്രീഡാവുള്ളൂ. കട്ട് ത്രോട്ട് ബ്രീഡ് ആവണമെന്നുണ്ടെങ്കിൽ ഗോൾഡിയോൺ ആയിക്കോട്ടെ, സ്റ്റാർ ആയിക്കോട്ടെ, ലോങ് ടൈലോട്ടെ, ഏത് ഫിഞ്ചും ആ ഏവിയറിൽ ബ്രീഡാവും. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ കട്ട് ത്രോട്ടിന് കൃത്യമായിട്ടൊരു ക്ലൈമറ്റും കൃത്യമായിട്ടുള്ളൊരു അന്തരീക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്രീഡാവുള്ളൂ. അപ്പോൾ കട്ട് ത്രോട്ട് ബ്രീഡാവണമെങ്കിൽ ബാക്കി എല്ലാ ബേഡുകളും ബ്രീഡാവും. അപ്പോൾ ഈ എക്സോട്ടിക് ഫിഞ്ചസുകളൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് കട്ട് ത്രോട്ട് പോലുള്ള ബേഡുകളൊക്കെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി വിലയുള്ള ബേഡുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കട്ട് ത്രോട്ടിൻ്റെ ഇപ്പോൾ ഏവറേജ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വില നിലവാരം എന്ന് പറഞ്ഞാൽ 4000 മുതൽ ഒരു 5000 വരെയാണ് അതിൻ്റെ വില നിലവാരം നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ മ്യൂട്ടേഷൻ കട്ട് ത്രോട്ടുകൾ വന്നിട്ടുണ്ട്. ഫുൾ വൈറ്റിൽ റെഡും ഓറഞ്ചും കട്ടായിട്ടുള്ള ബേഡുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് പറയുന്നത്. 1 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ജോഡിക്കൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ കൽക്കട്ടയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് കട്ട് ത്രോട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.